ഭാര്യ പോലും പറഞ്ഞു വല്ല ട്രെയിനിനെ കൊണ്ട് തലവെച്ചുകൂടെ. രണ്ട് ചെറുപ്പക്കാർ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിന്നെ യേശു സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ 3 പ്രാവശ്യം ബൈബിൾ കത്തിച്ച് ദൈവദാസന്മാരെ ഓട്ടിച്ചിട്ടടിച്ച അവൻ ഇനി ഒരിക്കലും എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ എന്റെ ജീവിതത്തിൽ അന്ന് രാത്രി എന്റെ മുറിക്കകത്ത് യേശു ഇറങ്ങി. 19 വർഷത്തിന് മുമ്പ് യേശു ആരെന്നറിയാതെ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞ് മ്ലേച്ഛത നീതികേട് പ്രവർത്തിച്ച് നടന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അപ്പൻ മരിച്ച ആ ജോലി എനിക്ക് ലഭിച്ചു. ആ ജോലി BSNL ഞാൻ നല്ലതുപോലെ ചെയ്യുവാനിടയായി. ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് ധാരാളം പണം എൻ്റെ കയ്യിൽ വന്നു. ഈ പണം എന്നെ എന്ത് എത്തിച്ചു? തിരുവനന്തപുരത്ത് ഏറ്റവും മോശക്കാരനായി ജീവിക്കാൻ അനുവദിച്ചു. എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലാത്ത ജീവിതമായിരുന്നു. ഒരു മുടിയനായ പുത്രനേക്കാൾ മേൽത്തരമായിട്ട് ഞാൻ ജീവിച്ചു പോകുവാൻ ഇടയായി തീർന്നു. എൻ്റെ ചെറുപ്പ കാലം മുതൽ തന്നെ ദൈവത്തെ അറിയാതെ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ജനിച്ചു വളർന്നതല്ല, ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ദേശത്ത് സുവിശേഷം അറിയിച്ചു വരുന്ന അഭിഷിക്തന്മാരെ ഓട്ടിച്ചിട്ട് അടിക്കുക, അവരെ ഉപദ്രവിക്കുക, അവർക്കെതിരായി പ്രവർത്തിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു അജണ്ട. ആർക്കും വേണ്ടാതെ പുറം പറമ്പിൽ കിടന്ന ഒരു വ്യക്തിയെ ദൈവം വിളിച്ചു വേർതിരിച്ചാൽ അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. സ്തോത്രം. ഒരു കാലത്ത് 33 കോടി ദൈവങ്ങളെ ആരാധിച്ച് ദൈവത്തെ മറന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ജീവിതം ഇരുട്ടിലായിരുന്നു. ഏകദേശം 18 വർഷത്തിന് മുന്നമേ മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കേണ്ട സ്ഥലത്ത് ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ പരസ്യമായി ഒന്ന് ഉയർത്തുവാൻ സ്വർഗം എനിക്ക് തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചാരത്തും ദൂരത്തുമായി ഇതിന് ചുറ്റുപാടിൽ ഇരിക്കുന്ന എന്റെ പ്രിയ കൂടപ്പറപ്പേ, സഹോദര സഹോദരി, നിങ്ങൾക്ക് ഒരിടത്തും രക്ഷയില്ല. ഒരിടത്ത് മാത്രമേ രക്ഷയുള്ളൂ, അത് യേശുക്രിസ്തുവിൽ മാത്രം. ഏകദേശം 1,10,000-ലധികം രൂപ ശമ്പളം മേടിച്ച് 30 വർഷം തിരുവനന്തപുരത്ത് ടെലികമ്മ്യൂണിക്കേഷനിൽ ജോലി ചെയ്ത ഞാൻ 2020 ഫെബ്രുവരി മാസം ആ ജോലി ഉപേക്ഷിച്ച് പൂർണ്ണ സമയം സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ പേര് യേശുക്രിസ്തു എന്നാണ്. ഈ ലോകത്തിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ യേശുവാണ്. ഹല്ലേലൂയ. സകല പേരും പറഞ്ഞു ഇവന്റെ ജീവിതം അവസാനിച്ചു, നീ ഒരിക്കലും ഗതിപിടിക്കത്തില്ല, പട്ടണത്തിൽ നീ ഒരിക്കലും ഗതിപിടിക്കത്തില്ല. ചാർച്ചക്കാരും ബന്ധുക്കളും വീട്ടുകാരും എന്തിനേറെ പറയുന്നു, ഭാര്യ പോലും പറഞ്ഞു വല്ല ട്രെയിനിനെ കൊണ്ട് തലവെച്ചുകൂടെ. ഹല്ലേലൂയ. അവൻ എന്തെന്ന് ചോദിച്ചപ്പോ, നീ മദ്യപിച്ച് മതോമത്തനായി ഡെയിലി വന്ന് എന്നെ ഇങ്ങനെ തൂക്കിപ്പറക്കിയിട്ട് ഇടിച്ച് എന്റെ കുടുംബത്തെ ഇല്ലാതാക്കി, എന്റെ തലമുറകൾ പോലും പേടിച്ച് നിന്നെ കാണുമ്പോൾ കട്ടിലിനടിയിൽ ഒളിക്കുന്നുണ്ട്. വല്ല ട്രെയിനിന് കൊണ്ട് തലവെച്ചാൽ ആ ജോലി എനിക്ക് ലഭിച്ചു, എന്റെ മക്കളെ ഞാൻ പൊന്നുപോലെ വളർത്തിയെടുക്കും. അമേൻ എന്ന് പറഞ്ഞിരുന്ന ജീവിതം. അമേൻ. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ഏണിക്കര എന്നൊരു ദേശമുണ്ട്. അവിടെ ബഥേലൈക്യ കൺവെൻഷൻ എന്നൊരു കൺവെൻഷൻ ഉണ്ട്. അവിടെ അമേൻ 1ാമത്തെ കൺവെൻഷന്റെ അന്ന് അമേൻ ഹല്ലേലൂയ വിഷം മേടിച്ച് എന്റെ മക്കൾക്ക് ബിരിയാണിയിൽ കൂടി കൊടുത്ത് ജീവിതം അവസാനിപ്പിക്കാനായിരിക്കുമ്പോ അമേൻ സ്തോത്രം ഹല്ലേലൂയ 2 ചെറുപ്പക്കാർ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിന്നെ യേശു സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ ഹല്ലേലൂയ 3 പ്രാവശ്യം ബൈബിൾ കത്തിച്ച് ദൈവദാസന്മാരെ ഓട്ടിച്ചിട്ടടിച്ച അവൻ ഇനി ഒരിക്കലും എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ എന്റെ ജീവിതത്തിൽ അന്ന് രാത്രി എന്റെ മുറിക്കകത്ത് യേശു ഇറങ്ങി. ഹല്ലേലൂയ. എത്ര പേർ ആത്മനിറവിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ എണ്ണം മിണ്ടാതെ ഇന്ന് പോരുതാ. എന്നേക്കാൾ ശ്രേഷ്ഠനായ ദൈവദാസൻ അടുത്ത് നിങ്ങളുടെ മുൻ ജീവന്റെ വചനം വിളിച്ചു പറയും. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇരുട്ടിൽ നടന്ന വലിയൊരു ജനം ഒരു വെളിച്ചം കണ്ടു. അത് ഏത് വെളിച്ചമാണ്? ആമേൻ. ലൂക്കോസ് 2:10 പറയുന്നു,
സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഇതാ ഇന്നുണ്ടാകുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതിനടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണാം. അത്യുന്നതയിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്നലത്തെ സുവിശേഷമല്ല, നാളത്തെ സുവിശേഷമല്ല, ഇന്നിന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് വിഷയമല്ല. പക്ഷെ പട്ടണത്തിൽ ഗുണ്ടയായി നടന്നവൻ, ആമേൻ, പിടിച്ചു പറയും നടന്നവൻ, ആർക്കും വേണ്ട നടന്നത് 54 വയസ്സ് കഴിഞ്ഞു. ഹല്ലേലൂയ. 1,10,000 രൂപയുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ടെലികമ്മ്യൂണിക്കേഷൻ ജോലി കളഞ്ഞു. ഇന്നും 10,45,000 പെൻഷൻ കിട്ടുന്നുണ്ട്. ആമേൻ. വലിച്ചെറിഞ്ഞിട്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന സകല പേരും ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുമായി ജീവിക്കുമ്പോൾ സകലതും ചപ്പും ചവറും വന്ന് എഴുതിയിട്ട് ഈ യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുണ്ടായത്. ആമേൻ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ സമാധാനമില്ലാതെ നീ കഴിച്ചു കൂട്ടുന്നവനാണോ? നീ മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിന് അടിമപ്പെട്ടതാണോ? ഒരു ദിവസം 3 കുപ്പി മദ്യം കുടിച്ചോണ്ടിരുന്നവനാ. ആമേൻ. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവനാ. എന്റെ കൂട്ടുകാരുടെ കൂടെ കോവളത്ത് ചെന്ന് ആമേൻ ബ്രൗൺ ഷുഗർ കൊണ്ട് ആമേൻ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കും. ഹല്ലേലൂയ. അങ്ങനെ മതോമത്തനായി കിടന്ന എന്നെ ഏകദേശം ആമേൻ 1 മാസം ബാറിനകത്ത് മത്സരം വെച്ച് കുടിക്കുന്നവനായിരുന്നു. എന്റെ മദ്യപാനത്തെ മാറ്റാൻ ഞാൻ ഒരിടത്തും ചെന്നില്ല, ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്നില്ല, ഒരു മരുന്ന് ഉപയോഗിക്കാൻ ചെന്നില്ല. പക്ഷെ എന്നെ തൊട്ട ദൈവം, എന്നെ സന്ദർശിച്ച ദൈവം, എന്നെ പിടിച്ച ദൈവം, ആമേൻ യായിറോസിന്റെ വീട്ടിലേക്ക് നടന്നു ചെന്ന ദൈവം, ആമേൻ ഗന്നസരേത്ത് തടാകത്തിലേക്ക് ആമേൻ നടന്നു ചെന്ന ദൈവം, ആമേൻ ഹല്ലേലൂയ വ്യർത്ഥമായ എന്ന കുരുടനെ വിളിച്ച ദൈവം, ആമേൻ ഹല്ലേലൂയ ലാസറേ പുറത്തു വാ എന്ന് വിളിച്ച ദൈവം ഇന്നേക്ക് 20 വർഷത്തിന് മുമ്പേ ഒരു പൊതു സ്ഥലത്ത് വെച്ച് വിളിച്ചു പറഞ്ഞു, അനിലേ പുറത്തു വാ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. എനിക്ക് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊന്നും അറിയത്തില്ല. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എനിക്കറിയത്തില്ല. ആമേൻ. 39, 27, 66 പുസ്തകം എനിക്കറിയത്തില്ല. 31,173 പുസ്തകത്തിനകത്തുള്ള ഒരു സ്ക്രീൻ ആൾക്കാരെ എനിക്കറിയത്തില്ല. എനിക്ക് അബ്രഹാമിനെ അറിയത്തില്ല, എനിക്ക് ഇസഹാക്കിനെ അറിയത്തില്ല, എനിക്ക് യാക്കോബിനെ അറിയത്തില്ല. എനിക്ക് ഈ ബൈബിളിനകത്ത് ഒരു വ്യക്തി അറിയാം. അവന്റെ കല്ലറ ഇന്നും തുറന്നു കിടപ്പുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഈ ലോകത്തിലെ സകല സമ്പന്നന്മാരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ആമേൻ ഇന്ന് ഇസ്രായേലിന്റെ ആമേൻ പരിപാലകനായ പാലസ്തീന്റെ ചുമന്ന മണ്ണിൽ ഇന്നേക്ക് 2025 വർഷത്തിന് മുന്നമേ ഇറങ്ങി നിന്ന ചരിത്രത്തെ AD എന്ന BC എന്നും 2 വിഭാഗിച്ച ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ഈ നസ്രയനായ യേശുവാണ് ലോകത്തിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. എടാ, യേശു ആരെന്നറിയാതെ നടന്നവനാ. അവന് ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞാ TPM വിശ്വാസികൾ, TPM ഉപദേശമാർ എന്റെ ദേശത്ത് വരുമ്പോൾ എറിയും. ആമേൻ. ചള്ളയിൽ കാല് പൊതഞ്ഞു കിടക്കുന്ന TPMലെ അപ്പച്ചന്മാർ പറയും, കാല് ഊരി ഓടിക്കോട്ടെ, അടിക്കരുത്. സ്തോത്രം. പക്ഷെ അങ്ങനെ ഓടിയ ഒരു അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു, ഒരു ദിവസം നിന്നെ പിടിക്കും. ഹല്ലേലൂയ. ഒരു ദിവസം നിന്നെ പിടിക്കും, ചാട്ടൂളി പോലെ പിടിക്കും. ആമൻ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ആമൻ. ഏറ്റവും ബെസ്റ്റ് ഉള്ളതിന് കിട്ടാത്തത് കൊണ്ടല്ല. ആമൻ. ഓഫീസിനകത്ത് 10-50 പേരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഞാനിന്ന് ഒരു പൊട്ടനെ പോലെ പട്ടണത്തിൽ ദാവീദിനെ പോലെ പെട്ടകമായി തുള്ളിച്ചാടുമ്പോൾ പ്രതികൂലമുണ്ടോ? ഉണ്ട്. പ്രയാസമുണ്ടോ? ഉണ്ട്. നിന്ദയുണ്ടോ? ഉണ്ട്. പക്ഷെ ഒരു കാര്യം അറിയാം, എന്റെ കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. മത്തായി 21:42 ഇങ്ങനെ പറയുന്നു, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല്. ഹല്ലേലൂയ. വിമർശിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ആമേൻ ആരാധിക്കുന്ന മറ്റേതിനേക്കാളും ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവമാണ്. എന്റെ പ്രിയ, ഞാനും എന്റെ സഹോദരൻ ലാലു ബ്രദറും ഒരു കാലത്ത് ഈ പട്ടണത്തിന് നടുവിൽ ഞങ്ങൾ ആരാധിച്ച ദൈവങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് ഞങ്ങളെ കൈവിട്ടപ്പോൾ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ച, ഞങ്ങളെ മറച്ചു പിടിച്ച, മറക്കാത്ത, മുടക്കാത്ത, മായാത്ത യേശുവായ ആ മാറാത്തവനായ യേശുവിന്റെ സുവിശേഷം ഈ പട്ടണത്തിന്റെ നടുവിൽ, ഈ ദേശത്തിന്റെ നടുവിൽ, ഈ സമൂഹത്തിന്റെ നടുവിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ സമാധാനമില്ലാതെ ഏതെങ്കിലും ഭവനത്തിലിരുന്ന് നിങ്ങൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് നിന്റെ ഇടതെച്ച് കൈവച്ചിട്ട് വിളിച്ചു പറ, യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ. ഹല്ലേലൂയ. 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 ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
എന്റെ യേശുവിനെ സ്നേഹിക്കുന്ന കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കൊള്ള പങ്കിടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒരാള് യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ തന്റെ ഇടത്തോടെ മുമ്പിലോട്ട് വാ. എനിക്ക് ആ യേശുവിനെ വേണം, എനിക്ക് ആ യേശുവിനെ വേണം, എനിക്ക് ആ യേശുവിനെ വേണം. നിന്നെ പിടിച്ച ദൈവത്തെ എനിക്കൊന്ന് ആവശ്യമുണ്ട്. ആർക്കും വേണ്ടാതെ കുടുംബക്കാരും ചാർച്ചക്കാരും ബന്ധുക്കളും ദേശക്കാരും വിട്ടുകളഞ്ഞ് ഇല്ല ഞാൻ. അനേകം ഗ്രാമങ്ങൾക്കൊരു അനുഗ്രഹമാണ്, അനേകം കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമാണ്, അനേകം സ്ഥലങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹമാണ്. ആമേൻ. ആ യേശു ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. ഈ ദേശത്തിൽ സകല പേര് നിങ്ങളെ കൈവിടും, കുടുംബക്കാർ കൈവിടും, ഭാഷക്കാർ കൈവിടും, ദേശക്കാർ കൈവിടും. നിന്നെ കൈവിടാത്തൊരു യേശുണ്ട്. മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ മദ്യപാനത്തെ ഇന്ന് മാറ്റിക്കളഞ്ഞിട്ട് നിന്നെക്കാൾ ഒരു കാലത്ത് മദ്യം കുടിച്ച് മതോമത്തനായി ബാറുകുണ്ടയായി തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ആർക്കും വേണ്ടാതെ കിടന്ന എന്നെ വിടിച്ചു വേർതിരിച്ച ആ യേശു ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഭാര്യ സ്നേഹിക്കത്തില്ല, നിന്റെ മക്കൾ സ്നേഹിക്കത്തില്ല, നിന്റെ സഹോദരങ്ങൾ സ്നേഹിക്കത്തില്ല, നിന്റെ സഭ സ്നേഹിക്കത്തില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾ ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശു. ബോലോ യേശു മസീഹ് കി, ബോലോ യേശു മസീഹ് കി, ബോലോ യേശു മസീഹ് കി. ആ യേശു നിങ്ങളുടെ അകത്ത് വാഴട്ടെ. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം നിങ്ങളുടെ ആത്മീയ ഗുണീകരണത്തിനും ആത്മീയ ചൈതന്യത്തിനും ആത്മീയ ഉദ്ധാരണത്തിനും കാരണമായി തീരട്ടെ. ഇന്ന് രാത്രി ഞാൻ കേൾപ്പിച്ച വചനം, ഞാൻ കേൾപ്പിച്ച സാക്ഷ്യം ഇന്ന് എൻ്റെ കുടുംബം തകർന്നിട്ടില്ല. എൻ്റെ 2 മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് അവൻ ജർമ്മനിയിൽ താമസിക്കുന്നു. എൻ്റെ ഭാര്യ ജർമ്മനിയിൽ എൻ്റെ മക്കളുടെ കൂടെ ആയിരിക്കുന്നു. ഞാൻ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ ആകെയുള്ള മൂലധനം, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ, അത് ഈ ബൈബിൾ മാത്രമാണ്. ഇതിനെ തലയിലെടുത്ത് വെച്ചോണ്ട് അർദ്ധരാത്രി പോകാം. ഈ സുവിശേഷം വിളിച്ചു പറയും, ഈ സുവിശേഷം വിളിച്ചു പറയും. ആരൊക്കെ തടുത്താലും, ആരൊക്കെ ഒതുക്കിയാലും, ആരൊക്കെ പുതിയ നിയമം കൊണ്ടുവന്നാലും, ഏതൊക്കെ ഭരണമാറ്റം വന്നാലും, എന്തൊക്കെ സംവിധാനം വന്നാലും, എടാ പിലാത്തോസേ, മുകളിൽ നിന്ന് നിനക്കൊരു അധികാരം കിട്ടിയില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എഴുതി വെച്ചോ, ലോകത്തിന്റെ കൺട്രോള് ഏതെങ്കിലും ഭരണകർത്താവിന്റെ കയ്യിലല്ല. ഈ ബൈബിൾ ഇല്ലാതെ ആർക്കും ഭരിക്കാൻ കഴിയത്തില്ല. രാജ്യത്തിന്റെ പുരോഗതിക്ക്, ദേശത്തിന്റെ പുരോഗതിക്ക്, കുടുംബങ്ങളുടെ സമാധാനത്തിന് സത്യസുവിശേഷം, പഴയ നിയമം പുതിയ പണിയ ആ സത്യസുവിശേഷം, ആ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, ആ യേശുവിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 1-21 വാക്യം, അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ആ യേശു ആകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഒരു കാലത്ത് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ തകർന്നവരായിരുന്നു, ഉടഞ്ഞവരായിരുന്നു, പൊളിഞ്ഞവരായിരുന്നു. പക്ഷെ പണിയപ്പെടേണ്ട കയ്യിൽ കിട്ടിയപ്പോൾ, ഉടഞ്ഞുപോയ പാത്രങ്ങളെ പണിയുന്നവരുടെ കൈ കിട്ടിയപ്പോൾ അവനെടുത്ത് വാർത്തത് കൊണ്ടാ സമൂഹത്തിൽ ആർക്കും വേണ്ടാതെ കിടന്ന് ഞങ്ങളൊക്കെ ഇന്ന് ഉന്നതികളിൽ എത്തിയതാ, ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ നടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു. നീ ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് വർഗമായിക്കോട്ടെ, ഏത് നിറമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് യേശുവിന് വിഷയമല്ല. നീ ഇരിക്കുന്ന ഇരിപ്പിൽ നീ തന്റെ ഇടത്തോടെ എണീറ്റ് വിളിച്ചു പറ, യേശുവേ, നീയാണ് എന്റെ രക്ഷകൻ, നീയാണ് എന്റെ പാപവിമോചകൻ, നീയാണ് എന്റെ പാപത്തിന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ ഇന്നേക്ക് 2025 വർഷത്തിന് മുമ്പേ അവൻ ക്രൂശിൽ കയറിയത്. ആ അവസാനത്തുള്ള രക്തവും ആ പച്ചവെള്ളവും ഞങ്ങൾക്കായി ചിന്തിയ നസ്രായനായ യേശു ഒരു നിമിഷത്തിൽ കളിച്ചാട്ടെ.